രാജ്യം വീണ്ടും ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന വേളയിലാണ് സുപ്രീം കോടതി ഒരു നിർണായക വിധി പുറപ്പെടുവിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിക്കൊണ്ട് 2024 ഫെബ്രുവരി 15-ന് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം പുറപ്പെടുവിച്ച വിധിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരുടെയും പണം ലഭിച്ച രാഷ്ട്രീയ പാർട്ടികളുടെയും ഉൾപ്പെടെ ബോണ്ടുമായി ബന്ധപ്പെട്ട സകല വിവരങ്ങളും പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീം കോടതി അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. മാർച്ച് 6-നുള്ളിൽ SBIയുടെ പക്കലുള്ള വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനും തുടർന്ന് മാർച്ച് 13-ഓടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവ പ്രസിദ്ധപ്പെടുത്തണം എന്നുമായിരുന്നു ഉത്തരവിലുണ്ടായിരുന്നത്. ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ പറയുന്നത് എന്നാണെങ്കിൽ കാര്യമുണ്ട്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമർപ്പിക്കാൻ സമയം നീട്ടി ആവശ്യപ്പെട്ട് മാർച്ച് 4-ന് SBI കോടതിയെ സമീപിച്ചിരുന്നു. ജൂൺ 30 വരെയാണ് SBI സമയം നീട്ടി ആവശ്യപ്പെട്ടത്. അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കെ അവസാനിച്ച് പിന്നെയും മാസങ്ങൾ പിന്നിട്ട ശേഷം. സമയം നീട്ടാൻ SBI കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കാരണങ്ങളാണ് നിലവിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത്. അതിൽ ചിലത് കേട്ടാൽ തമാശ പോലെ തോന്നുമെങ്കിലും SBI അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് കോടതി രേഖകൾ തെളിയിക്കുന്നത്. SBIയുടെ പക്കൽ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളുടെയും ഡിജിറ്റൽ രേഖകൾ ഇല്ലെന്നാണ് അവർ പറയുന്നത്. ആലോചിക്കണം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് ഇത്തരമൊരു എക്സ്ക്യൂസ് പറയുന്നത്. അവർ കോടതിയിൽ നൽകിയ അപേക്ഷ അനുസരിച്ച് വാങ്ങിയ ആളുടെ പേര്, KYC മുതലായ രേഖകൾ ഹാർഡ് കോപ്പി ആയിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതും സീൽഡ് കവറിൽ മുംബൈയിലെ ആസ്ഥാനത്ത്. ഇലക്ട്രൽ ബോണ്ടിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടാതിരിക്കാനാണ് ഇത്തരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് SBIയുടെ ന്യായീകരണം. ഇക്കാലത്തും SBIയെ പോലെ UPI പേയ്മെന്റ് രംഗത്ത് മുൻപന്തിയിലുള്ള ഒരു ബാങ്ക് രേഖകൾ ഹാർഡ് കോപ്പി ആയിട്ട് സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സംശയമൊക്കെ തോന്നാം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ വിശ്വസിച്ചേ പറ്റൂ, അതേ നിർവാഹമുള്ളൂ. ഞാനൊരു ഉദാഹരണം കൂടി പറയാം. ഒരാൾ ന്യൂഡൽഹിയിലെ SBI മെയിൻ ബ്രാഞ്ചിൽ നിന്ന് 10 ലക്ഷം രൂപയുടെ ബോണ്ട് വാങ്ങിയെന്ന് കരുതുക. അത് തമിഴ്നാട്ടിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നൽകുന്നു. ആ പാർട്ടി തമിഴ്നാട്ടിലെ SBIയുടെ പ്രസ്തുത അക്കൗണ്ടിൽ നിന്ന് ബോണ്ട് സമർപ്പിച്ച് പണം സ്വീകരിക്കുന്നു. ഇതെല്ലാം നടക്കുന്നത് 15 ദിവസത്തിനുള്ളിലാണ്. ഇതിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ നിന്ന് ബോണ്ട് വാങ്ങിയ ആളുടെ വിവരങ്ങൾ SBIയുടെ മുംബൈയിലെ മെയിൻ ബ്രാഞ്ചിലേക്ക് സീൽ ചെയ്ത കവറിൽ അയക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതിന്റെ ഡിജിറ്റൽ റെക്കോർഡ് ഒന്നും ഡൽഹിയിൽ ഉണ്ടാകില്ല. കൂടാതെ രാഷ്ട്രീയ പാർട്ടി 10 ലക്ഷം പിൻവലിച്ച തമിഴ്നാട്ടിലെ ബാങ്കും അവർ സമർപ്പിച്ച ബോണ്ടും പണം നൽകിയ സ്ലിപ്പും എല്ലാം ചേർത്ത് സീൽഡ് കവറിൽ മുംബൈയിലെ മെയിൻ ബ്രാഞ്ചിലേക്ക് അയക്കും. ഒന്നും മനസ്സിലായില്ലല്ലേ? ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് സ്ലോ മോഷനിൽ ചിന്തിച്ചു നോക്കിയാൽ ചിലപ്പോൾ പിടികിട്ടും. ഇങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ട് സംവിധാനം പ്രവർത്തിക്കുന്നത് എന്നാണ് SBI കോടതിയിൽ പറഞ്ഞത്. വിശ്വാസമായില്ലെങ്കിലും വിശ്വസിച്ചേ പറ്റൂ. ഇനി മറ്റൊരു തമാശ കൂടി പറയാം. ഫെബ്രുവരി 15-ലെ സുപ്രീം കോടതി ഉത്തരവിൽ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് കോടതി പറഞ്ഞിരുന്നെങ്കിലും പല വിവരങ്ങളും സീൽഡ് കവറിൽ മുംബൈയിലെ ആസ്ഥാനത്താണ് എന്ന കാര്യം ഓർത്തെടുക്കാൻ SBIക്ക് 17 ദിവസം എടുത്തു. വിധി വന്നപ്പോൾ തന്നെ സമയം നീട്ടി ചോദിച്ച് എന്തായാലും SBI രംഗത്ത് വരുമെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും പ്രവചിച്ചിരുന്നെങ്കിലും ഇത്ര തമാശ നിറഞ്ഞതായിരിക്കും അതിന് കണ്ടെത്തുന്ന കാരണങ്ങളെന്ന് ആരും കരുതിയിരുന്നില്ല. എന്തു പറയാനാ, എല്ലാം വിധിയുടെ വിളയാട്ടം, അല്ലാതെ എന്തു പറയാൻ.